മഴതോരും മുൻപയുടെ വരാൻ പോകുന്ന കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മനുവിനെ സ്റ്റാൻലി അപമാനിച്ചതിന്റെ പേരിൽ അലീന വഴക്കിട്ട് പിണങ്ങുകയും അലീനയുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ സ്റ്റാൻലിക്ക് മറുപടി പറയാനാവാതെ പതറി നിൽക്കുന്നതുമാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടത്. ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അലീനയുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ പതറി നിൽക്കുകയായിരുന്നു സ്റ്റാൻലി. അലീനയുടെ മുഖത്തേക്ക് തന്നെ സ്റ്റാൻലി നോക്കുകയാണ്. അവൾ വെറുതെ ചോദിച്ചതാണോ? ഒരു തർക്കത്തിന് വേണ്ടി? അല്ല. അവളുടെ കണ്ണുകൾ ഉത്തരം തേടുന്നത് അയാൾ കണ്ടു. ഒരു ദീർഘനിശ്വാസം എടുത്ത ശേഷം അയാൾ പറഞ്ഞു, അലീന, നീ ജീവിച്ചിരിപ്പുണ്ടെന്ന് എനിക്കും അറിയില്ലായിരുന്നു. ബാലചന്ദ്രമേനോൻ വന്ന് നിന്നെപ്പറ്റി എന്നോട് പറയുന്നത് വരെ. പപ്പ എന്തുകൊണ്ട് അന്വേഷിച്ചില്ല? അമ്മയെ എല്ലാവരും പറഞ്ഞ് വിശ്വസിപ്പിച്ചു. ഓപ്പറേഷൻ നടത്തി കുഞ്ഞിനെ പുറത്തെടുക്കുമ്പോഴേക്കും അത് മരിച്ചു കഴിഞ്ഞിരുന്നുവെന്ന്. അത് നിനക്കെങ്ങനെ അറിയാം അങ്ങനെ തന്നെയാണ് സംഭവിച്ചതെന്ന്? മമ്മി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ജീവനോടെയുണ്ടെന്ന് എന്നെ പ്രസവിച്ച എൻ്റെ അമ്മയ്ക്കറിയില്ലെന്ന്. ഞാൻ ജീവിച്ചിരിപ്പുണ്ടെന്നറിഞ്ഞാൽ തകർന്നു പോകുന്ന ഒരു ജീവിതമാണ് അമ്മയുടേതെന്ന്. പിന്നെ എൻ്റെ അച്ഛനും മനുവേട്ടനുമൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. പപ്പയും അമ്മയും തമ്മിൽ പണ്ട് ആഗ്രയിൽ വെച്ചുണ്ടായിരുന്ന അടുപ്പവും കുറേ നാൾ ഒന്നിച്ച് ജീവിച്ചതും ഒടുവിൽ വിവരമറിഞ്ഞ് അമ്മയുടെ ആങ്ങളമാർ വന്ന് അമ്മയെ തിരുവനന്തപുരത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയതും നെയ്യാറ്റിൻകരയിലെ ഹോസ്പിറ്റലിൽ വെച്ച് അമ്മ എന്നെ പ്രസവിച്ചതുമെല്ലാം. ഓഹോ. സ്റ്റാൻലി ചെറിയൊരു ജാള്യതയോടെ മകളെ നോക്കി. നിനക്കപ്പോൾ കഥകളൊക്കെ അറിയാം. അയാൾ കട്ടിൽ നിന്നും എഴുന്നേറ്റു. എനിക്കങ്ങനെ എല്ലാം അറിയില്ല പപ്പ. കഥയുടെ ഒരു വശം മാത്രമേ എനിക്കറിയൂ. അച്ഛനോട് ചോദിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ അതിനുള്ള ധൈര്യം വന്നില്ല. അച്ഛനെ അമ്മയും ബന്ധുക്കളും ചേർന്ന് ചതിച്ചെന്നാണ് അച്ഛൻ്റെ വിശ്വാസം. ആ ചതിക്കഥയിലെ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രമാണല്ലോ ഞാൻ. എന്നിട്ട് ഞാൻ തന്നെ അച്ഛനോട് ആ കഥ പറയാൻ ആവശ്യപ്പെടുന്നത് കുറച്ച് കടന്ന കൈയല്ലേ? ആ ഒരു നാണക്കേട് കൊണ്ടാ ചോദിക്കാഞ്ഞത്. മേനോൻ എങ്ങനെ അറിഞ്ഞു ആഗ്രയിലെ കഥകളൊക്കെ? നീ രേവതിക്കുട്ടിക്ക് എഴുതിയ കത്തിൽ അതൊന്നും ഇല്ലായിരുന്നല്ലോ. അച്ഛൻ നീലഗിരിയിൽ പോയി അന്വേഷിച്ചറിഞ്ഞതാ. അമ്മയുടെ മൂത്ത ആങ്ങള ഗംഗാധരൻ മേനോൻ നീലഗിരിയിലെ താമസം. ആഗ്രയിൽ അദ്ദേഹത്തോടൊപ്പമായിരുന്നത്രേ അമ്മ താമസിച്ചിരുന്നത്. പപ്പയ്ക്കറിയാമല്ലോ, ഞാൻ പറയണ്ടല്ലോ. അച്ഛൻ ചെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് സത്യം തുറന്നു പറയേണ്ടി വന്നു എന്നാ മനുവേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞത്. എന്ത് സത്യം? പപ്പയ്ക്ക് അറിയാമല്ലോ, പിന്നെന്തിനാ എന്നോട് ചോദിക്കുന്നത്? എനിക്കറിയാവുന്ന ചില സത്യങ്ങളുണ്ട്. അതും ഈ സത്യങ്ങളും തമ്മിൽ പൊരുത്തപ്പെടുമോ എന്നറിയണ്ടേ? പപ്പയ്ക്കറിയാവുന്ന സത്യങ്ങൾ എന്തൊക്കെയാ? അലീന ആകാംക്ഷയോടെ ചോദിച്ചു. ജയന്തിയുടെ ആങ്ങളമാർ വന്ന് അവളെ കൂട്ടിക്കൊണ്ടുപോയതിനു ശേഷം ജയന്തിയെ ഞാൻ കണ്ടിട്ടില്ല. പപ്പയും അമ്മയും ഒന്നിച്ചല്ലേ താമസിച്ചിരുന്നത് ആഗ്രയിൽ? അതെ, ആഗ്രയിൽ നിന്നും കുറച്ചു മാറി ഒരു വാടക വീട്ടിൽ. ഗംഗാധര മേനോന് ആഗ്രയിൽ നല്ല പരിചയമുണ്ടായിരുന്നത് കൊണ്ട് പെട്ടെന്നാരും കണ്ടുപിടിക്കാതിരിക്കാൻ വേണ്ടി ജയന്തിയെ ഒളിവിൽ താമസിപ്പിച്ചിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞാലും തെറ്റില്ല. അമ്മയ്ക്കന്ന് പപ്പായോട് ഒരുപാട് ഇഷ്ടമായിരുന്നോ? അതൊക്കെ എന്തിനാ നീ അറിയുന്നത്? സ്റ്റാൻലി കപട ദേഷ്യത്തിൽ ചോദിച്ചു. പിന്നെ എനിക്കറിയണ്ടേ? എൻ്റെ പപ്പയും അമ്മയും തമ്മിൽ ഒത്തിരി സ്നേഹമുണ്ടായിരുന്നു എന്ന് കേൾക്കുന്നത് തന്നെ എനിക്കെന്തൊരു സന്തോഷമാണെന്നറിയോ? അവൾക്കെന്നെ ഇഷ്ടമായത് കൊണ്ടാണല്ലോ എല്ലാം ഉപേക്ഷിച്ച് എൻ്റെ കൂടെ ഇറങ്ങി തിരിച്ചത്. അന്നെൻ്റെ അമ്മ ഭയങ്കര ദേഷ്യക്കാരിയായിരുന്നോ പപ്പ? ആര് പറഞ്ഞു? ദേഷ്യമൊന്നും ഞാൻ കണ്ടിട്ടില്ല. ശാന്തതയുള്ള സ്വഭാവമായിരുന്നു. ആണോ? ഇപ്പം പപ്പയൊന്ന് കാണണം. എന്താ അമ്മയുടെ ഒരു ദേഷ്യം? നാക്കിൻ്റെ മൂർച്ചയോ ഭയങ്കരം. പക്ഷേ അന്നത്തെ ജയന്തി ഒച്ചയെടുത്ത് സംസാരിക്കുന്നത് പോലും ഞാൻ കേട്ടിട്ടില്ല. ഞാനായിരുന്നു ദേഷ്യക്കാരൻ. അതിനിപ്പോഴും ഒരു കുറവും വന്നിട്ടില്ലല്ലോ. അലീന ശാസിക്കുന്ന മട്ടിൽ നോക്കി. സ്റ്റാൻലി മന്ദഹസിച്ചു. പപ്പയ്ക്ക് അമ്മയോടും ഒരുപാട് ഇഷ്ടമായിരുന്നോ? ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. നേര് പറ പപ്പ, എനിക്ക് കേൾക്കാൻ കൊതിയായിട്ടല്ലേ. നിനക്ക് നാണമില്ലേ പെണ്ണെ? പട്ടാൾക്കാരൻ്റെ ഗമ. പണ്ടൊരു പെണ്ണിനെ പ്രേമിച്ചിരുന്നെന്ന് സമ്മതിച്ചാൽ കേണൽ സിംഹത്തിൻ്റെ ജടയൊക്കെ കൊഴിഞ്ഞു പോയാലോ? ശരി, ബാക്കി പറ. ഒന്നിച്ച് താമസിച്ചു, പിന്നെ? ജയന്തിയുടെ ആങ്ങളമാർ അവളെ അന്വേഷിച്ച് കണ്ടുപിടിച്ചു. ഞാനപ്പോൾ പുനലൂരിൽ പോയിരിക്കുകയാണ്. നിന്നെ പ്രസവിക്കുന്നതിന് മുൻപ് ഞങ്ങളുടെ വിവാഹം നടത്താൻ ജയന്തിക്കൊരാഗ്രഹം. കൊല്ലപ്പള്ളി തറവാട്ടിൽ അത് സമ്മതിക്കില്ലെന്ന് അവൾക്കറിയാം. കൊട്ടാരമറ്റത്തിലെങ്കിലും ഒരംഗീകാരം കിട്ടുമോ എന്ന് നോക്കണം. അമ്മച്ചിയോടും അപ്പച്ചനോടും നിർബന്ധിച്ചു പറഞ്ഞാൽ കല്യാണം നടക്കുമെന്നായിരുന്നു അവളുടെ പ്രതീക്ഷ. അങ്ങനെയാണ് ഞാൻ പുനലൂരിലേക്ക് പോയത്. അത്രയും വരെ എനിക്കും അറിയാം. പിന്നീടൊന്നുണ്ടായി പപ്പ? ഞാനും ജയന്തിയും തമ്മിലുള്ള കല്യാണം നടത്തുന്നതിന് അപ്പച്ചനായിരുന്നു ഏറ്റവും എതിർപ്പ്. എൻ്റെ അനുജന്മാരുടെ സ്വഭാവം അറിയാമല്ലോ. ഔസേപ്പച്ചൻ മാത്രമേ പ്രായപൂർത്തി വന്നവനായിട്ടുള്ളൂ. ആൽബിയും റോബിയും പഠിക്കുകയാണ്. മേരിക്കുട്ടി കന്യാസ്ത്രീയായി കഴിഞ്ഞു. എൻ്റെ അപ്പച്ചൻ അന്ന് ചിറ്റപ്പന്മാരുടെയും എൻ്റെ അമ്മാച്ചന്മാരുടെയും കൂട്ടുപിടിച്ച് വലിയ ബഹളമുണ്ടാക്കി.
അങ്ങനെയൊരു പെണ്ണിനെ കൊട്ടാരമറ്റം തറവാട്ടിൽ കാല് കുത്താൻ സമ്മതിക്കില്ല. തറവാട്ടിൽ നിന്ന് 1 രൂപയുടെ ഓഹരി പോലും തരില്ല എന്നൊക്കെയായിരുന്നു ഭീഷണി. ഞാനന്ന് എല്ലാവരുമായും വഴക്കുണ്ടാക്കി ജയന്തിയെ കല്യാണം കഴിച്ച് കൊട്ടാരമറ്റം തറവാട്ടിൽ തന്നെ കൊണ്ടുവരുമെന്ന് വെല്ലുവിളിച്ചു. ചെറുപ്പത്തിന്റെ തിളപ്പല്ലേ, പോരെങ്കിൽ പട്ടാളക്കാരനും. അന്ന് രാത്രി ഞാൻ കുറെ കുടിച്ചു. കാറോടിച്ചു പോകുമ്പോഴാ ആക്സിഡന്റ് സംഭവിച്ചത്. ആക്സിഡന്റോ? അതൊന്നും ആരും പറഞ്ഞില്ലല്ലോ. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ പറയേണ്ടി വന്നത്. കണ്ണു തുറക്കുമ്പോൾ ഞാൻ എറണാകുളത്തെ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലാ. ആക്സിഡന്റ് സംഭവിച്ചിട്ട് 147 ദിവസം കഴിഞ്ഞു പോയിരുന്നു. കഴുത്തലിനും തലയ്ക്കുമായിരുന്നു ഗുരുതരമായ പരിക്ക്. 2 വാരിയെല്ലുകൾ ഒടിഞ്ഞു. ഇടത്തെ കാലിന്റെ മുട്ടിന് താഴെ അസ്ഥി മാത്രമല്ല ഇപ്പോഴുള്ളത്, ഒരു സ്റ്റീൽ റാഡുമുണ്ട്. അതിലാണ് ഞാൻ എഴുന്നേറ്റ് നടന്നത്. 3.5 മാസത്തോളം ജീവിച്ചിരിക്കുമോ മരിക്കുമോ എന്ന് തീർച്ചയില്ലാതെ കോമയിലായിരുന്നു ഞാൻ. ബോധം വീണ്ടു കിട്ടിയെങ്കിലും പരസഹായം കൂടാതെ തിരിഞ്ഞു കിടക്കാൻ പോലും വയ്യ. 6 മാസത്തിനു ശേഷം എന്നെ മദ്രാസിലെ കന്റോൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് മാറ്റി. 1.5 വർഷത്തിനിടെ 4 മേജർ ഓപ്പറേഷനുകൾ. അതിനുശേഷമേ എനിക്ക് ശരിക്ക് എണീറ്റ് നടക്കാൻ പോലും സാധിച്ചുള്ളൂ. അലീന വല്ലായ്മയോടെ സ്റ്റാൻലിയുടെ മുഖത്തേക്ക് കണ്ണു നട്ടിരുന്നു. സ്റ്റാൻലി വീണ്ടും തുടർന്നു. ബോധം വീണ്ടുകിട്ട് സംസാരിക്കാമെന്നായപ്പോൾ ഞാൻ ജയന്തിയെ അന്വേഷിച്ചു. അവളുടെ ആങ്ങളമാർ ആഗ്രയിൽ വന്ന് കൂട്ടിക്കൊണ്ടുപോയി എന്നല്ലാതെ യാതൊരു അറിവുമില്ല. എനിക്ക് എഴുന്നേറ്റ് പോയി അന്വേഷിക്കാൻ നിവൃത്തിയില്ല. എന്നെ സന്ദർശിക്കാൻ വരുന്ന ചിലരുടെ സഹായം ഉപയോഗിച്ചാണ് ഞാൻ അന്വേഷണം നടത്തിയത്. കൊല്ലപ്പള്ളി കൈതക്കൽ പോയി അന്വേഷിക്കാനും ആളെ ഏർപ്പാടാക്കി. ജയന്തി അവിടെ ഇല്ലെന്ന് അറിവ് കിട്ടി. ഒടുവിൽ അപ്പച്ചനെ തന്നെ അഭയം പ്രാപിച്ചു. ജയന്തി പ്രസവിച്ചിട്ടുണ്ടാവുമെന്ന് തീർച്ചയുണ്ട്. അതേപ്പറ്റി അന്വേഷിക്കണം. അപ്പച്ചൻ അന്വേഷിച്ചിട്ട് തിരിച്ചു വന്ന് പറഞ്ഞു, ജയന്തിയുടെ പ്രസവം അവളുടെ വീട്ടുകാർ എവിടെയോ വെച്ച് രഹസ്യമായി നടത്തിയെന്ന്. കുട്ടി ജീവിച്ചിരിപ്പില്ല, പ്രസവത്തോടെ മരിച്ചു എന്നാണ് അറിവ്. അലീന ദീർഘശ്വാസം എടുത്തു. പപ്പയ്ക്ക് സുഖപ്പെട്ടു കഴിഞ്ഞ് അന്വേഷിക്കാമായിരുന്നല്ലോ. അന്വേഷണത്തിന് ഒരു പരിധിയില്ലേ? കൊല്ലപ്പള്ളി ഞാൻ കാറുമായി ചെന്നു. എനിക്ക് കാറിൽ നിന്ന് ഇറങ്ങാൻ പോലും വയ്യ. ജയന്തിയുടെ അച്ഛനും ആങ്ങളമാരും കൂടി എന്നെ അപമാനിച്ചാണ് തിരിച്ചയച്ചത്. ആഗ്രയിലെ എൻ്റെ കൺഷ്യൻസ് ഉപയോഗിച്ച് ഞാൻ ഡൽഹിയിൽ ചില അന്വേഷണങ്ങൾ നടത്തി. അവിടെ ആർകെപുരത്ത് മിലിറ്ററി ഹെഡ്ക്വാർട്ടേഴ്സിൽ ഗംഗാധരമേനോടൊപ്പം ജയന്തി ഉണ്ടെന്ന് അറിവ് കിട്ടി. ഞാനപ്പോൾ കന്റോൺമെന്റ് ഹോസ്പിറ്റലിൽ സർജറി കഴിഞ്ഞ് കിടക്കുകയാണ്. എല്ലാം കഴിഞ്ഞ് ആഗ്രയിൽ ഞാൻ തിരിച്ചെത്തി. എനിക്ക് ജയന്തിയെ കാണണം, സംസാരിക്കണം. ഡൽഹിയിൽ ജയന്തി ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇടയ്ക്ക് അവളെ കൊല്ലപ്പള്ളിക്ക് തിരിച്ചയച്ച വിവരമൊന്നും ഞാൻ അറിഞ്ഞില്ല. അറിഞ്ഞപ്പോഴേക്കും വൈകിപ്പോയി. ജയന്തിയെ പാലായിലുള്ള ഏതോ ബിസിനസ്സുകാരൻ കല്യാണം കഴിച്ചു എന്നാണ് എനിക്ക് അവളെപ്പറ്റി ഏറ്റവും ഒടുവിൽ കിട്ടിയ അറിവ്. അത് സത്യമായിരുന്നു. അത് കേട്ടപ്പോൾ പപ്പയ്ക്ക് എന്ത് തോന്നി? എന്തു തോന്നാൻ? സ്റ്റാൻലി സ്വയം പരിഹസിക്കുന്ന പോലെ ഒന്ന് ചിരിച്ചു. എന്നോട് തന്നെ ഒരുതരം അവജ്ഞ. അന്ന് ജയന്തിയോടും ആ കുടുംബത്തോടും വല്ലാത്തൊരു പകയും വിദ്വേഷവും തോന്നിയിരുന്നു. പിന്നെ ഞാനതങ്ങ് മറന്നു. അവളുടെ ബന്ധുക്കൾ വന്ന് ബ്രെയിൻ വാഷ് ചെയ്താൽ തീരാവുന്ന ബന്ധമേ ഉണ്ടായിരുന്നുള്ളൂ ഞാനും അവളും തമ്മിൽ എന്ന് ഞാൻ ചിന്തിച്ചു. ചിലപ്പോൾ അവർ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാവും, പലതും പറഞ്ഞ് പ്രലോഭിപ്പിച്ചിട്ടുണ്ടാവാം. എന്തായാലും സംഭവിച്ചതെല്ലാം മറച്ചുവെച്ച് വേറൊരുത്തിന് താലി കെട്ടാൻ അവൾ കഴുത്ത് കാട്ടിക്കൊടുത്തു. അതാണ് എന്നെ അതിശയിപ്പിച്ചത്. സ്റ്റാൻലി TV സ്റ്റാൻഡിനരികെ വന്ന് TVക്ക് മീതെ വലതു കൈ വെച്ച് എന്തോ ആലോചിച്ച് നിന്നു. അല്പം കഴിഞ്ഞ് അലീനയുടെ സമീപത്തേക്ക് നടന്നുകൊണ്ട് പറഞ്ഞു, ഇപ്പോൾ എനിക്കതെല്ലാം ഒരു പഴങ്കഥ പോലെയാണ്. ഞാൻ ആ കഥയിലെ ഒരു കഥാപാത്രമായിരുന്നുവെന്ന് വിശ്വസിക്കാൻ പോലും പ്രയാസമാണിപ്പോൾ. ആ പഴങ്കഥയിൽ നിന്നല്ലേ പപ്പ ഞാനുണ്ടായത്. അങ്ങനെയല്ലേ ഞാനിവിടെ വന്നത്. അതൊരു അത്ഭുതം, മിറക്കിൾ എന്നൊക്കെ പറയില്ലേ. ഇനി ഇതിൻ്റെ മറുവശം ഞാൻ പറയാം പപ്പയോട്. ഇനി പറഞ്ഞിട്ട് എന്ത് ഫലം? സ്റ്റാൻലി ചോദിച്ചു. പപ്പ അറിഞ്ഞിരിക്കേണ്ട ചില സംഗതികൾ കൂടിയുണ്ട്. അതിലൊന്ന്, അമ്മയെ ആങ്ങളമാർ വന്ന് ആഗ്രയിൽ നിന്നും കൂട്ടിക്കൊണ്ടുപോയിട്ടും എത്രയൊക്കെ ബ്രെയിൻ വാഷ് ചെയ്തിട്ടും അമ്മ പപ്പയെ തള്ളിപ്പറയുവാനോ ഉപേക്ഷിക്കുവാനോ തയ്യാറായിട്ടില്ല. 2, പപ്പയുമായുള്ള വിവാഹം നടത്തിക്കൊടുക്കാമെന്ന് വാക്കു പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് അമ്മയെ കൊണ്ടുവന്ന് തിരുവനന്തപുരത്ത് ശാസ്തമംഗലത്ത് രാവുണ്ണിമേനോൻ എന്ന ബന്ധുവിൻ്റെ വീട്ടിൽ താമസിപ്പിച്ചത്. പപ്പയുടെ വീട്ടുകാരും അമ്മയുടെ വീട്ടുകാരും കൂടി ഒത്തുകളിച്ച് പപ്പയ്ക്ക് വേറെ കല്യാണം നിശ്ചയിച്ചെന്ന് വരുത്തി തീർത്തു. അത് അമ്മയെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. പ്രസവശേഷം ഹോസ്പിറ്റലിൽ നിന്നും ഇറങ്ങിയ അമ്മയെ പപ്പയുടെ വിവാഹ ക്ഷണക്കത്ത് കാട്ടി കല്യാണം നടന്നു കഴിഞ്ഞെന്ന് വിശ്വസിപ്പിച്ചു. പപ്പ ഈ സമയത്ത് ആക്സിഡൻ്റായി ഹോസ്പിറ്റലിൽ കിടക്കുകയാണെന്ന് അമ്മ അറിയുന്നില്ലല്ലോ. കാത്തിരുന്ന് പ്രസവിച്ച കുട്ടി മരിച്ചു. സ്നേഹിച്ച് വിശ്വസിച്ച ആൾ വേറെ കല്യാണം കഴിച്ചു. ഈ 2 സംഭവങ്ങളും അമ്മയുടെ മനസ്സിലുണ്ടാക്കിയ ഷോക്ക് ഇപ്പോഴും മാറിയിട്ടില്ലെന്നാണ് എൻ്റെ വിശ്വാസം. അമ്മയ്ക്കൊരിക്കലും അതിൽ നിന്നൊരു മോചനം കിട്ടിയിട്ടില്ല. വാക്കു പറഞ്ഞ ആങ്ങളമാർ ചതിക്കുമെന്നൊന്നും അമ്മയ്ക്കറിയില്ലല്ലോ. അവർ പറഞ്ഞത് കള്ളമാണെങ്കിൽ കൂടി പപ്പ അമ്മയെക്കുറിച്ച് അന്വേഷിക്കാതിരിക്കില്ലല്ലോ എന്ന് വിചാരിച്ചു കാണും.
മാത്രമല്ല അന്ന് മൊബൈൽ ഫോണുകളില്ല, STD ബൂത്തുകളില്ല, മറ്റന്വേഷണ സൗകര്യങ്ങളില്ല. കത്തുകളും ബുക്ക് ചെയ്ത് വിളിക്കുന്ന ട്രങ്ക് കോളുകളുമാണ് അന്നുണ്ടായിരുന്നത്. അകലെയിരിക്കുന്നവർക്ക് തമ്മിൽ ബന്ധപ്പെടാനുള്ള മാർഗം. അമ്മ കത്തുകൾ എഴുതിയിട്ടുണ്ടെങ്കിൽ, ട്രങ്ക് കോളുകൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും ഹോസ്പിറ്റലിൽ കിടക്കുന്ന പപ്പയുടെ അടുത്തെത്തില്ലെന്ന് തീർച്ചയല്ലേ? അലീന പറഞ്ഞു നിർത്തിയപ്പോൾ സ്റ്റാൻലി അനുകൂലാർത്ഥത്തിൽ മന്ദമായി തലകുലുക്കി. ഇതൊക്കെ അറിഞ്ഞിട്ടാണോ നീ ഇവിടെ വന്നത്? അല്ല, ഇവിടെ വന്ന ശേഷം പലപ്പോഴായിട്ടറിഞ്ഞതാ പല കാര്യങ്ങളും. ഒന്നുകിൽ മനുവേട്ടൻ പറയും, അല്ലെങ്കിൽ രോഹിത്ത്. ഇവിടെ വന്ന ശേഷം ഞാൻ അച്ഛനോട് ചില സംഗതികളൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഫോണിൽ കൂടിയാവുമ്പോൾ നമുക്കൊരു ധൈര്യം കിട്ടുമല്ലോ. സ്റ്റാൻലി എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് മൂളി. പപ്പ പപ്പ പഴയ കാര്യങ്ങളൊന്നും ഓർക്കാറില്ലേ വെറുതെ ഇരിക്കുമ്പം? ഇല്ല, സ്റ്റാൻലി ശാഠ്യം പോലെ പറഞ്ഞു. പപ്പയ്ക്ക് അമ്മയെ ഒന്നുകൂടി കാണണമെന്ന് തോന്നിയിട്ടില്ലേ ഒരിക്കലെങ്കിലും? ഇല്ല. നിങ്ങൾ തമ്മിൽ എന്തുമാത്രം സ്നേഹിച്ചിരുന്നതാ പപ്പ. എന്നിട്ടും എങ്ങനെയാ ഒരാൾക്ക് മറ്റൊരാളെ തീർത്തും മറക്കാൻ കഴിയുന്നേ? അത് നമ്മുടെ കുറ്റമല്ല അലീന, കാലം. എനിക്കാണെങ്കിൽ നിങ്ങൾ തമ്മിൽ വീണ്ടും കാണുന്നതിനെക്കുറിച്ച് ഓർക്കുന്നത് പോലും എന്തൊരു സന്തോഷമാണെന്നറിയോ? ഒന്നും മിണ്ടണ്ട, വെറുതെ ഒന്ന് കണ്ടാ മതി. അതിലൊന്നും ഒരർത്ഥവുമില്ല, സ്റ്റാൻലി പറഞ്ഞു. പപ്പ, ഞാൻ എൻ്റെ ഒരു ആഗ്രഹം പറയട്ടെ? പപ്പ സാധിച്ചു തരുമോ? അങ്ങനെ ബ്ലൈൻഡായിട്ട് വാക്ക് തരാനൊന്നും പറ്റില്ല, എന്നാലും പറ. പപ്പയും അമ്മയും കൂടി ഒന്നിച്ച് നിന്നിട്ട് എന്നെ നടുക്ക് നിർത്തി ഒരു ഫോട്ടോ. അലീന, അതൊന്നും നടപ്പുള്ള കാര്യമല്ല. നടക്കും, പപ്പയൊന്ന് നിന്ന് തന്നാൽ മതി. ഞാൻ അതിനുള്ള അവസരം ഉണ്ടാക്കിക്കൊള്ളാം. നീ ഇങ്ങനെ സില്ലി കാര്യങ്ങളൊന്നും തലയിൽ കൊണ്ട് നടക്കരുത് അലീന. എന്നാൽ എനിക്ക് ഒരാഗ്രഹം കൂടി പപ്പയോട് പറയാനുണ്ട്. പറയട്ടെ? സ്റ്റാൻലി സംശയിച്ച് മകളെ നോക്കി. പറഞ്ഞോ. ഒരു ദിവസം പപ്പ എന്നെ അമ്മയുടെ അടുത്ത് കൊണ്ടുപോകണം. എന്നെ പിടിച്ച് അമ്മയുടെ മുൻപിൽ നിർത്തിയിട്ട് പപ്പ പറയണം, ഇവൾ നമ്മുടെ മോളാണ്. പപ്പയല്ലാതെ ആര് പറഞ്ഞാലും അമ്മയ്ക്കത് താങ്ങാൻ പറ്റില്ല. അപ്പോഴേക്കും അലീനയുടെ മിഴികൾ തുളുമ്പി. സ്റ്റാൻലി ഒന്നും മിണ്ടാതെ സാവധാനം മുറിവിട്ടിറങ്ങി. അന്ന് രാത്രി സ്റ്റാൻലിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. സ്റ്റാൻലി പഴയ ഓർമ്മകളിലേക്ക് തിരിച്ചുപോയി. അന്നതൊരു കളിതമാശയായിരുന്നു. കാലേക്കുട്ടി ഫോണിൽ വിളിച്ച് പറഞ്ഞിട്ട് ഒപ്പിക്കുന്ന കുസൃതി. വൈജയന്തിയെ താജ്മഹലിലേക്ക് അയക്കും. അവളുടെ കയ്യിൽ ബൈനോക്കുലർ ഉണ്ടാവും. താൻ ആഗ്ര ഫോർട്ടിലേക്ക് പോകും. തൻ്റെ കയ്യിലും ഉണ്ടാവും ബൈനോക്കുലർ. വൈജയന്തി താജ്മഹലിന്റെ പിൻഭാഗത്തെ മാർബിൾ തളത്തിൽ യമുനയ്ക്ക് അഭിമുഖമായി വന്നു നിൽക്കും. കിഴക്കേ മാർബിൾ ഗോപുരത്തിൽ ചാരിയാവും അവളുടെ നിൽപ്പ്. ആഗ്ര ഫോർട്ടിന്റെ പിൻഭാഗത്തും യമുനയാണ്. നദിക്കരയിലൂടെ നടന്നാൽ താജിലെത്താൻ 2 കിലോമീറ്റർ അല്ലെങ്കിൽ 3 കിലോമീറ്റർ. ബൈനോക്കുലറിലൂടെ നോക്കുമ്പോൾ അത്ര വ്യക്തമല്ലെങ്കിലും കാണാം പച്ച സാരിയുടുത്ത് തൂണിൽ ചാരി നിൽക്കുന്ന ജയന്തി. ഇടയ്ക്ക് അവൾ ബൈനോക്കുലറിലൂടെ നോക്കുന്നുണ്ട്. അവൾ തന്നെയും കാണുന്നുണ്ടാവും. സന്ദർശകർ കൂടി വരുമ്പോൾ അവളുടെ രൂപം മറയും. അവധി ദിനങ്ങളിൽ താൻ വണ്ടിയുമായി സെന്റ് ക്ലെയർ സ്കൂളിന്റെ ഗേറ്റിന് വെളിയിൽ കാത്തു നിൽക്കും, അവളെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ. എയർഫോഴ്സ് ക്യാമ്പിനുള്ളിൽ മിലിറ്ററി ഹോസ്പിറ്റലിന്റെ തൊട്ടടുത്താണ് അവൾ പഠിപ്പിക്കുന്ന സ്കൂൾ. ക്യാമ്പിനുള്ളിൽ പ്രവേശിക്കണമെങ്കിൽ പ്രത്യേക അനുമതി വേണം. ജയന്തി സ്കൂളിലെ ജോലി രാജിവെച്ച് ആഗ്രയിൽ നിന്ന് 8 കിലോമീറ്റർ അകലെ സഞ്ജയ് പ്ലേസിലെ വാടക വീട്ടിൽ താമസിച്ചിരുന്ന കാലത്താണ് താൻ ജീവിതത്തിൽ ഏറ്റവും അധികം ആനന്ദം അനുഭവിച്ചിട്ടുള്ളതെന്ന് സ്റ്റാൻലി ഓർത്തു. ഒരിക്കൽ അങ്ങനെ താജിലെ ഗോപുരം ചാരി തോളോട് തോൾ ചേർന്നിരിക്കവേ വൈജയന്തി പറഞ്ഞു, ഇപ്പം ഗംഗേട്ടനോ മാലതിയടത്തെയോ ഇത് കാണണം. അതിനവർ ഡൽഹിയിലല്ലടി പെണ്ണെ, അവരെങ്ങനെ കാണാനാ? അവർക്കും തോന്നുമല്ലോ ഒരൊഴിവ് ദിവസം താജ്മഹൽ പോകാമെന്ന്. ഡൽഹിയിൽ നിന്ന് എത്ര ദൂരമുണ്ട് ഇങ്ങോട്ട്? 3-3.5 മണിക്കൂർ ഡ്രൈവ്. അവർ വന്ന് കണ്ടാലെന്താ? അയ്യോ, എനിക്കത് ഓർക്കാൻ പോലും വയ്യ. എൻ്റെ കൈയും കാലും ഒക്കെ വിറയ്ക്കും. പിന്നെ എങ്ങനെ ഈ ധൈര്യമുണ്ടായി പുനലൂരുകാരൻ നസ്രാണി ചെക്കനെ പ്രേമിക്കാൻ? അവളപ്പോൾ എൻ്റെ കൈവിരലുകൾ കോർത്ത് പിണച്ചുകൊണ്ട് പറഞ്ഞു, എനിക്കറിയില്ല. അവൾ പതിയെ തൻ്റെ തോളത്തേക്ക് തല ചായ്ച്ച് യമുനയുടെ മറുകരയിലേക്ക് വെറുതെ നോക്കിയിരിക്കുന്നു. എന്നിട്ട് പറഞ്ഞു, അത് മൂകമായ വിശ്വാസ പ്രഖ്യാപനമാണ്. ഈയൊരാളുടെ ധൈര്യത്തിലും സ്നേഹത്തിലും സുരക്ഷിതത്വത്തിലും മാത്രം വിശ്വാസം അർപ്പിച്ചാണ് ഞാൻ ജീവിക്കുന്നത്. ജയന്തി അന്ന് ഗർഭിണിയായിരുന്നു. അതുകൊണ്ടാണ് വാടക വീടെടുത്തതും രഹസ്യമായി അവളെ മാറ്റി പാർപ്പിച്ചതും. ഒരു കുഞ്ഞ് അവളുടെ ഉദരത്തിൽ വളരുന്നുണ്ടായിരുന്നു. ആ കുഞ്ഞാണിന്ന് തൻ്റെ മുൻപിൽ ഒരപേക്ഷ വെച്ചത്. പപ്പ തന്നെ അമ്മയോട് പറയണം, ഇവൾ നമ്മുടെ മോളാണെന്ന്. വേറെ ആര് പറഞ്ഞാലും അമ്മയ്ക്കത് താങ്ങാൻ പറ്റില്ല. സ്റ്റാൻലി ഹൃദയഭാരത്തോടെ കിടക്കയിൽ എഴുന്നേറ്റിരുന്നു. എത്ര സമയമായി ഉറങ്ങാൻ കിടന്നിട്ട്? ഇപ്പോൾ രാത്രി എത്ര മണിയായി? അയാൾക്ക് ഒരു ഊഹവും കിട്ടിയില്ല.
തലയിലൂടെ കൈവിരലുകളിട്ട് ചികഞ്ഞുകൊണ്ട് അയാൾ മറ്റെന്തെങ്കിലും ആലോചിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഉറങ്ങാൻ കഴിഞ്ഞില്ല. ആരോ ചാരം മൂടിക്കിടുന്ന ഓർമ്മയുടെ നെരിപ്പോട് ഇളക്കി മറിച്ചിരിക്കുന്നു. തീപ്പൊരികൾ ചിതറുന്നു. സ്റ്റാൻലി എഴുന്നേറ്റ് മുറിയിലൂടെ 2 ചാൾ നടന്നു. അലീന പറഞ്ഞതെല്ലാം സത്യമായിരിക്കുമോ? എല്ലാവരും ചേർന്ന് വൈജിയെ ചതിക്കുകയായിരുന്നോ? താൻ ഇതുവരെ കരുതിയിരുന്നതെല്ലാം തെറ്റായിരുന്നുവോ? അലീന പറഞ്ഞത് അയാൾ ഓർത്തു. വൈജയന്തി ഇപ്പോൾ ഭയങ്കര ദേഷ്യക്കാരിയാണത്രേ. സ്റ്റാൻലിക്കത് സങ്കല്പിക്കാൻ പോലും കഴിയുന്നില്ല. അയാൾ ഒരിക്കലും ആ ദേഷ്യം കണ്ടിട്ടില്ല. അവൾക്ക് ദേഷ്യപ്പെടാൻ അറിയാമായിരുന്നോ? ഒരാട്ടിൻകുട്ടിയെപ്പോലെ ശാന്തശീലിയും സൗമ്യയുമായിരുന്നുവല്ലോ ജയന്തി. ചില കൊച്ചു കൊച്ചു പിണക്കങ്ങളും പരിഭവങ്ങളും മാത്രമേ അവളിൽ നിന്നുണ്ടായിട്ടുള്ളൂ. സ്റ്റാൻലി പെട്ടെന്ന് സ്ഥലകാലം വന്നതുപോലെ നടപ്പ് നിർത്തി. അവധക്കുട്ടിച്ചേൻ്റെ മുറിയുടെ വാതിലായിരുന്നു. തൊട്ടു മുമ്പിൽ അവിടേക്ക് തന്നെയാണ് അയാൾ വരാൻ ഉദ്ദേശിച്ചതും. സ്റ്റാൻലി വാതിലിൽ മുട്ടി വിളിച്ചു. അവധക്കുട്ടിച്ചേൻ നല്ല ഉറക്കത്തിലായിരുന്നു. വാതിലിൽ മുട്ടുന്നത് കേട്ട് അയാൾ ഉണർന്നെഴുന്നേറ്റു. കണ്ണും തിരുമ്മിക്കൊണ്ടുവന്ന് വാതിൽ തുറന്നു. വാതിലിന് വെളിയിൽ സ്റ്റാൻലി നിൽക്കുന്നത് കണ്ട് അവധക്കുട്ടിച്ചാൻ അന്തം വിട്ടു. എന്നാൽ ലാലിച്ച, വെറുതെ അപ്പച്ചനോട് സംസാരിക്കണമെന്ന് തോന്നി. ഈ നേരത്തോ? അവധക്കുട്ടിച്ചാൻ അമ്പരപ്പിൽ മേശപ്പുറത്തെ ടൈം പീസിലേക്ക് നോക്കി. മണി 1:30 കഴിഞ്ഞിരിക്കുന്നു. നീ ഇതുവരെ ഉറങ്ങിയില്ലേ ലാലിച്ച? ഇല്ല. സ്റ്റാൻലി അകത്തേക്ക് കയറി ചെന്നു. നിനക്ക് എന്നാ പറ്റി ലാലിച്ച? ഓരോന്നാലോചിച്ച് കിടന്നപ്പോൾ ഉറക്കം വന്നില്ല. അപ്പച്ചനോട് ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. നാളെ പറഞ്ഞാൽ പോരെ? പോരാ. നിനക്കുറക്കം വരുന്നില്ലെന്ന് വെച്ച് ബാക്കിയുള്ളവർക്ക് കിടന്നുറങ്ങണ്ടേ? അവധക്കുട്ടിച്ചാൻ 2-3 തവണ കോട്ടുവായിട്ടു. ഞാനൊരു പഴയ കാര്യമാ അപ്പച്ചനോട് ചോദിക്കാൻ പോകുന്നേ. സ്റ്റാൻലി മുഖപൊരിയിട്ടു. ഞാനും ജയന്തിയും തമ്മിലുള്ള മാരേജ് നടക്കാതിരിക്കാൻ വേണ്ടി കൊട്ടാരമറ്റംകാരും കൊല്ലപ്പള്ളിക്കാരും കൂടി ഒത്തുചേർന്ന് ഒരു കള്ളക്കളി കളിച്ചിരുന്നോ? അവധക്കുട്ടിച്ചാൻ കണ്ണു മിഴിച്ചു സ്റ്റാൻലിയെ നോക്കി. ഇത് ചോദിക്കാൻ വേണ്ടിയാണോ നീ എന്നെ വിളിച്ചുണർത്തിയത്? അതും ഈ പാതിര കഴിഞ്ഞ നേരത്ത്? അപ്പച്ച, ഞാൻ ചോദിച്ചതിന് മറുപടി പറ. കൊല്ലപ്പള്ളിക്കാർക്ക് ഇഷ്ടമല്ലായിരുന്നു നീ അവളെ കെട്ടുന്നത്. എനിക്കും ഇഷ്ടമല്ലായിരുന്നു. നീ അതിനിടയ്ക്ക് കാറിടിച്ച് ബോധമില്ലാതെ ആശുപത്രിയിലുമായി. എന്നിട്ട് വൈജയന്തിയോട് പറഞ്ഞത് ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കുകയാണെന്നായിരുന്നോ അതോ മറ്റൊരുത്തിയുമായിട്ട് എൻ്റെ കല്യാണം ഉറപ്പിച്ചെന്നോ? എട ലാലിച്ച, അവളുടെ അപ്പനും ആങ്ങളമാരും ചേർന്ന് അവളോടങ്ങനെ പറഞ്ഞു കാണും. അതിന് നമ്മളെന്ത് പഴിച്ചു? അപ്പച്ച, ആ കപട നാടകത്തിൽ അപ്പച്ചനും അഭിനയിച്ചില്ലേ? എൻ്റെ കല്യാണക്കുറി വ്യാജമായിട്ട് അടിച്ചു കൊടുത്തത് അപ്പച്ചനല്ലേ? എൻ്റെ കല്യാണം കഴിഞ്ഞെന്ന് വരുത്തി തീർക്കാനും അപ്പച്ചൻ മുന്നിട്ട് നിന്നില്ലേ? എടാ, ഞാൻ അന്നത്തെ കാലത്ത് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കുടുംബത്തിൻ്റെ സൽപ്പേരിനെ കരുതി മാത്രമാ. നിനക്ക് മാത്രം സൂചിച്ച് ജീവിച്ചാൽ പോരല്ലോ. 2 അനുജത്തിമാരും 3 അനുജന്മാരും അന്ന് നിനക്ക് താഴെ വളർന്നു വരുന്നുണ്ടായിരുന്നു. ശരി, ഒരു കാര്യം കൂടി. അന്ന് വൈജയന്തി പ്രസവിച്ചു. കുഞ്ഞു മരിച്ചു പോയിന്ന് വരുത്തി തീർത്തത് അപ്പച്ചനും കൂടി ചേർന്നിട്ടായിരുന്നോ? അതിലെനിക്ക് ഒരു പങ്കുമില്ല. അവർ തന്നെ ചെയ്തു, അല്ലെങ്കിൽ ചെയ്യിച്ചു. ഇതൊന്നും പുതിയ വിവരങ്ങളല്ലല്ലോ ലാലിച്ച. ആ മേനോൻ നിന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുള്ളതല്ലേ? അന്നെന്നെ അതൊന്നും സ്പർശിച്ചില്ല. ജീവിതത്തിൽ തോറ്റുപോയനായിരുന്നു ഞാൻ. മനസ്സ് മരവിച്ചവൻ, ഒന്നും നേടാനില്ലാത്തവൻ. ആരൊക്കെ ചത്താലും ജീവിച്ചാലും എന്നെ അതൊന്നും ബാധിക്കില്ലായിരുന്നു. കുറച്ച് നായ്ക്കളും ഞാനും. ആരോടും ഉത്തരം പറയണ്ട, ആരെയും നോക്കണ്ട. നാളെ അങ്ങ് മരിച്ചു വീണാലും സന്തോഷം. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല. എൻ്റെ മകൾ ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ എനിക്ക് ഉത്തരം പറയണം. എനിക്ക് കുറച്ചു കാലം കൂടെ ജീവിച്ചിരിക്കണം. ഞാൻ തോറ്റുപോയവനാണെന്ന് എനിക്കിപ്പോൾ തോന്നുന്നില്ല. അപ്പച്ചന് മനസ്സിലായോ? അവധക്കുട്ടിച്ചൻ അമ്പരപ്പോടെ മകൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു. ശരി, കിടന്നോ. സ്റ്റാൻലി തിരിച്ചു നടന്നു. തൻ്റെ മുറിയിലെത്തി. പുറത്തെ അന്തരീക്ഷം തണുത്തിരുന്നു. അയാളുടെ മനസ്സിൽ ഓർമ്മചിത്രങ്ങളും സങ്കല്പങ്ങളും അവ്യക്തമായ തീരുമാനങ്ങളും കൂടിക്കുഴഞ്ഞു. തൻ്റെ മകൾ പറഞ്ഞത് ശരിയാണ്. താൻ വൈജയന്തിയെ ഒരിക്കൽ കൂടിയെങ്കിലും കാണേണ്ടതാണ്. വൈജയന്തിയും താനും തമ്മിൽ അകന്നുപോയതിൽ തനിക്ക് മനഃപൂർവ്വമായ ഒരു പങ്കുമില്ലായിരുന്നുവെന്ന് പറഞ്ഞ് തൻ്റെ നിരപരാധിത്വം അവളെ ബോധ്യപ്പെടുത്തേണ്ടതുമാണ്. പിന്നെ അലീനയുടെ ആഗ്രഹം പോലെ ജീവിച്ചിരിപ്പില്ലെന്ന് വൈജയന്തി കരുതിയ അവൾ നൊന്തു പ്രസവിച്ച മകളെ അവളുടെ മുമ്പിൽ കൊണ്ടുപോയി നിർത്തി ഇത് നമ്മുടെ മകളാണെന്ന് വെളിപ്പെടുത്തുകയും വേണം. കാരണം മകളെ തിരിച്ചറിയാൻ ഭൂമിയിൽ ഏറ്റവും വലിയ അവകാശം സ്വന്തം അമ്മയ്ക്ക് തന്നെയാണ്. സ്റ്റാൻലി പിറകിൽ കൈകൾ പിണച്ചു കെട്ടി വീണ്ടും മുറിയിലൂടെ നടന്നു. ഇത്രയുമാണ് ഇന്നത്തെ കഥ. അടുത്ത കഥയുമായി വേഗം വരാം. ബൈ.